തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി ആഷിഫ മൻസിലിൽ അബ്ദുൽ അസീസിന്റെയും ഉമൈബയുടെയും മകളാണ് ആമിന അസീസ്. സൈനിക വേഷമിട്ട് വരുന്ന പിതാവായിരുന്നു ബാല്യത്തിൽ ആമിനയുടെ ഹീറോ. യൂണിഫോമിലുള്ള വരവ് കാണാൻ പിതാവ് അവധിക്ക് വരുന്നത് കാത്ത് മകളിരുന്നു. അങ്ങനെ ബാല്യത്തിൽ തന്നെ യൂണിഫോം അണിയണമെന്ന മോഹം തുടങ്ങി. അതിപ്പോൾ പൂണിഞ്ഞതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ആമിന. സംസ്ഥാന അഗ്നിരക്ഷാസേനയിൽ വനിതകളുടെ ആദ്യ ബാച്ചിലെ 82 പേരിൽ ഒരാളായി പരിശീലനം പൂർത്തിയാക്കിയത് അഭിമാനകരം. ലിംഗസമത്വം ഉറപ്പാക്കണമെന്ന സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് താനടക്കമുള്ളവർക്ക് പുതുവഴി തുറന്നതെന്ന് ആമിന പറയുന്നു. ഏകദേശം 2 വർഷത്തോളമായി ഇതിന് PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ബാച്ചാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് ശേഷം ഗവൺമെന്റ് ജോലിയിലോട്ട് കയറുന്നത്. ഇതിന് മുന്നേ വരെ ഫോഴ്സിലോട്ടൊന്നും പ്രിലിംസ് എക്സാം ഇല്ലായിരുന്നു. ആമിനയുടെ വീട്ടിലെ യൂണിഫോം വിശേഷം പിതാവിൽ അവസാനിക്കുന്നതല്ല. അബ്ദുൾ അസീസിന്റെ സഹോദരൻ അലി ഹസൻ കുഞ്ഞ് CRPFിലായിരുന്നു. മറ്റൊരു സഹോദരൻ പോലീസിലും. ആമിനയുടെ ഭർത്താവും സൈനികനാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോലീസാകുക എന്ന ലക്ഷ്യത്തോടെ ആമിന NCCയിൽ ചേർന്നുവെങ്കിലും ഇപ്പോഴാണ് അവസരം വന്നത്. അഗ്നിരക്ഷാസേനയിൽ വനിതകൾക്ക് അവസരം നൽകിയത് ചരിത്രപരമായ തീരുമാനമാണെന്ന് ആമിന ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതുചരിത്രം എഴുതി അഗ്നിരക്ഷാസേന വനിതാ ബറ്റാലിയനിൽ ആദ്യ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയാക്കിയ ആമിനെ DYFI കാട്ടാക്കട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.